ദേ സർക്കാർ ജീവനക്കാർക്ക് DA കുടിശ്ശിക കൊടുത്തു തീർത്തു എന്നത് മെസ്സേജ് അയച്ചു എന്നത് വലിയ വിവാദമായി കേരളത്തിലെ മാപ്ര ജഡ്ജികളും പ്രതിപക്ഷക്കാരെല്ലാം കൂടി ചർച്ച ചെയ്ത് കോടതിയിലെത്തിച്ചു. എന്ത് സംഭവിച്ചു? ദേ നോക്കിയേ. ഹൈക്കോടതി ഈ രീതിയിൽ വ്യക്തത വരുത്തുക കൂടി ചെയ്യുന്നത് സ്പാർക്ക് DA സന്ദേശ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലാണ് പ്രതിപക്ഷം സർക്കാരിനെതിരെ കഴിഞ്ഞ ആഴ്ച ഈ വിവാദം ഈ സന്ദേശം പുറത്തുവരുമ്പോൾ ആഞ്ഞടിച്ചത്. അതിലാണ് സംസ്ഥാന സർക്കാരിന് ആശ്വാസകരമാകുന്ന വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത്. ജസ്റ്റിസ് ബെച്ചുക്കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഉണ്ടാകുന്നത്. അത് അത്തരം സന്ദേശങ്ങൾ അയക്കാം എന്ന കാര്യമാണ്. സ്പാർക്കിൽ നിന്നുള്ള രണ്ടാമത്തെ ഒരു അനുമതി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കുള്ള ടൌൺഷിപ്പുമായി സഹകരിച്ചവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണമയച്ചവർക്ക് സന്ദേശമയക്കാനുള്ള അനുവാദം നൽകണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിധി അവർക്ക് കൂടി അതിനുകൂടി ബാധകമാവുകയാണെങ്കിൽ സർക്കാരിന് ഇനി ഒരു സംശയവും വേണ്ട, ഒരു തടസ്സവുമില്ല ഇത്തരം സന്ദേശങ്ങൾ അയക്കാൻ, അല്ലേ? അങ്ങനെ തന്നെയാണ്. അക്കാര്യത്തിൽ നേരത്തെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തവർക്ക് സന്ദേശങ്ങൾ അയക്കുന്നതിൽ എന്താണ് തെറ്റ്, എന്താണ് അപാകത എന്ന് കോടതി ചോദിച്ചിരുന്നു. അത് പക്ഷേ ഈ ഉത്തരവിന്റെ ഭാഗമാണ്. ഉത്തരവ് പുറത്തു വരുമ്പോഴാണ് നമുക്ക് അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക. ഹൈക്കോടതി ഇന്ന് പറഞ്ഞത് ഈ സ്പാർക്ക് DA സന്ദേശ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള മാത്രം കാര്യമാണ്. പക്ഷേ സ്പാർക്കിൽ ഇത്രത്തോളം വിവാദമായ സ്പാർക്കിൽ ഇത്തരമൊരു നിലപാട് ഹൈക്കോടതി എടുക്കുമ്പോൾ മറ്റുള്ള കാര്യത്തിൽ കൃത്യമായും അത് സർക്കാരിന് അനുകൂലമാണ്. CMDRF-ൽ സർക്കാരിന് സന്ദേശങ്ങൾ അയക്കാം എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ വിധി എന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുകയും ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശ്വാസകരമായ നടപടി ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത്. കണ്ടല്ലോ, എന്തൊരു വിവാദമായിരുന്നു. കേന്ദ്രം ഭരിക്കുന്നവർക്ക് നാട്ടിൽ കിടക്കുന്ന ആർക്ക് വേണമോ എന്തു വേണോ മെസ്സേജ് അയക്കാം, അത് അവരുടെ അവകാശം. പക്ഷേ പിണറായിക്ക് ഇതൊന്നും പാടില്ല, ഇതൊന്നും അയക്കാൻ പറ്റില്ല. അയച്ചാൽ നമ്മൾ ഉടനെ അതിനെ ഡേറ്റ ചോർച്ചയാക്കും, വ്യക്തിയുടെ വിവരങ്ങൾ ചോർന്നു എന്ന വ്യാജ വാർത്ത സൃഷ്ടിക്കും. എന്നിട്ട് അതുമായിട്ട് നേരെ കോടതിയിൽ ചെല്ലും. കോടതിയിൽ എന്ത് സംഭവിച്ചു എന്നാണ് നിങ്ങൾ കണ്ടത്. അതായത് സെലക്റ്റീവ് വേതന കേന്ദ്രന്മാർ അയച്ചോട്ടെ, അത് സവർണ സർക്കാരാണല്ലോ, അവർക്കിതൊക്കെ ചെയ്യാം. ഈ പിന്നോക്കക്കാർ തൊഴിലാളികളുടെയൊക്കെ സർക്കാർ ഇരുന്നിട്ട് നീയൊക്കെ മെസ്സേജ് അയക്കുമോ? അങ്ങനെ ഞങ്ങളാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾ കുത്തി നിറച്ചിരിക്കുന്ന മാധ്യമങ്ങളിലൂടെ നാട്ടുകാരെ ഇതൊന്നും അറിയിക്കാതെ മുക്കാൻ ഞങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചത് അറിയിക്കുമെങ്കിൽ വിവാദത്തിലാക്കും. ഇതാണ് ഇതിന്റെ റിയൽ വശം. കാര്യം DA കുടിശ്ശിക കൊടുത്തു തീർത്തു എന്ന് വാർത്ത കൊടുത്താൽ മനോരമയും മാതൃഭൂമിയൊക്കെ ചരമക്കോളത്തിന്റെ താഴെ ശ്രദ്ധിക്കാത്തൊരു ചെറിയ കോളം വാർത്ത. എന്നാൽ DA കുടിശ്ശിക ഉണ്ടെങ്കിലും ഇതാ DA കുടിശ്ശിക ഉണ്ടേ എന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചതിന് ശേഷം കൊടുത്തു തീർത്താൽ വാർത്തയല്ല. അങ്ങനെയാണ് സർക്കാർ എന്ത് ചെയ്ത്? ഇവർക്ക് കൊടുക്കുന്നതിന്റെ പണം അത്രയും വേണ്ട. പൊതുഭരണ വകുപ്പിന്റെ തലവൻ എന്നുള്ളതിലേക്ക് തൻ്റെ കീഴിലുള്ള സർക്കാർ ജീവനക്കാർക്ക് സർക്കാർ കൊടുക്കാനുണ്ടായിരുന്ന കുടിശ്ശിക അത് കൊടുത്തു തീർക്കാൻ പോകുന്നു, വാക്കാണ് ഉറപ്പ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഓരോരുത്തർക്കും മെസ്സേജ് അയച്ചു. CPM പാർട്ടിയല്ല അയച്ചത്, മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കീഴിലെ ജീവനക്കാർക്ക് സർക്കാർ കൊടുക്കാനുണ്ടായിരുന്ന കുടിശ്ശിക കൊടുത്തു തീർത്താൽ അത് തരാൻ പോകുന്നു എന്ന് മെസ്സേജ് അയച്ചാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അപരാധമാകും. BJP-ക്കാർ നാട്ടിൽ ടോൾ ഫ്രീ നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ അടിക്കൂ, നിങ്ങൾക്ക് മെമ്പർഷിപ്പ് തരാമെന്ന രീതിയിൽ നാട്ടിൽ എല്ലാവരുടെയും ഫോണിലേക്ക് മെസ്സേജ് അയച്ചു. ഇവർക്ക് പ്രശ്നമല്ല, ഇവരുടെ വേദന വന്നില്ല. പൊടുന്നനെ ആ വേദന വരുന്ന രീതി നാട്ടുകാർ കാണണം. ആ വേദനയുമായിട്ട് ഓടി കോടതിയിൽ ചെല്ലുമ്പോൾ എന്ത് സംഭവിച്ചു? എടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞിട്ടുണ്ട്. 4 ദിവസത്തിലേറെ ഈ വിഷയം കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. മാധ്യമ ജഡ്ജിമാരെ പോലെ പുട്ടിയിട്ടിരിക്കുന്ന കുറെ എണ്ണം ഇരുന്ന് അടിച്ച വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണില്ലേ? എന്തൊക്കെ വിശദീകരണങ്ങളായിരുന്നു! വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ എന്തെങ്കിലും വിവരക്കേടും വിടുവായത്തരങ്ങളും സ്വന്തം തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ ഇവരാൽ പരിശീലിപ്പിക്കപ്പെട്ട ബുദ്ധി എന്നുള്ള നിലയ്ക്ക് ഇവരുടെ വിവരക്കേടുകളെ അതേപടി അടിച്ചുവിട്ടതിന് ശേഷം കോടതി ഉത്തരവ് പുറത്തേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാതിരിക്കുക, അതിനെക്കുറിച്ച് ചർച്ച ഒഴിവാക്കുക. എത്ര മാന്യമായിട്ടുള്ള പരിപാടിയാണ്! നാട്ടുകാരെ മുഴുവൻ ഞങ്ങൾ ചർച്ചയിൽ ആവേശത്തോടെ ഇരുന്ന് വിടുവായത്തരങ്ങൾ മുഴുവൻ പറഞ്ഞ് കേൾപ്പിച്ചതിന് ശേഷം അതിനെ കോടതി എടുത്ത് നിയമപരമായി നോക്കി ചവറ്റുകുട്ടയിൽ കളയുമ്പോൾ അത് ചർച്ച ചെയ്യാതെ ഒഴിവാക്കി വിടുന്ന മാധ്യമധർമ്മം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ കാണേണ്ടത്. അതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഈ മടൽ വെട്ടി കഷായത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് പറയുന്നത്. കാര്യം ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്നുള്ള നിലയ്ക്ക് സർക്കാരിനെതിരായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആവേശപൂർവ്വം ചർച്ച ചെയ്തിട്ട് ആ ആവേശം മാധ്യമങ്ങളിൽ കാണുമ്പോൾ അതും പൊക്കിക്കൊണ്ട് നേരെ പ്രതിപക്ഷം കോടതിയിലേക്ക് ഓടും. അവിടെ പോയി പ്രതിപക്ഷം തേഞ്ഞൊട്ടുമ്പോൾ മാധ്യമങ്ങൾ അത് മുക്കി സഹായിക്കും. എന്നിട്ട് വാ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം.
ഈ ഊളത്തരത്തിനാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് സുപ്രീം കോടതിയിൽ നിന്നാകട്ടെ ഹൈക്കോടതിയിൽ നിന്നാകട്ടെ കരണക്കുറ്റിക്കിട്ട് പൊട്ടിക്കുന്നത്. ആ പൊട്ടിച്ചു കഴിഞ്ഞാലും നാണമില്ലാതെ വീണ്ടും വീണ്ടും ചെല്ലും. അങ്ങനെയാണ് ഇത് അടുപ്പിച്ച് രണ്ടാമത്തെ വിഷയം, DA കുടിശ്ശിക. ഇതിന് തൊട്ടു മുന്നോടിയായിട്ട് നവകേരള സർവേ. ഈ സർവേ നടത്താൻ പാടില്ല, അതെല്ലാം നിയമവിരുദ്ധമാണ്. എല്ലാം നിയമവിരുദ്ധം, എല്ലാം ചട്ടവിരുദ്ധം. ഇതാരാണ് തീരുമാനിക്കുന്നത്? അത് ഞങ്ങൾ തന്നെയാണ് ചട്ടവിരുദ്ധം തീരുമാനിക്കുന്നത്. നിങ്ങൾ ആരാണ്? ഞങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അവകാശം? അവകാശമൊന്നുമില്ല. ഞങ്ങൾക്ക് വായി തോന്നുന്നത് വെളിയിൽ നിന്ന് കുറച്ചു പേർ കോൺഗ്രസിന് വേണ്ടി ഡയലോഗ് അടിക്കുന്ന പോലെ ഞങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ കോട്ടിട്ടിരുന്ന് ഡയലോഗ് അടിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. നാട്ടുകാർ അത് കണ്ട് വിലയിരുത്തിയാൽ മതി. വിദഗ്ധമായിട്ട് പൊട്ടിയിട്ട് പ്രത്യേകതരം പ്രിവിലേജോടുകൂടി വന്നിരുന്ന് ഈ ഡയലോഗ് അടിക്കുന്നവർക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു ചുക്കും അറിയില്ല. പിന്നെ വലിയ വാചാടോപം അടിക്കും. സതീശൻ നടത്തുന്ന പോലെ വിദഗ്ധമായിട്ട് നുണയെ സത്യമെന്ന രീതിയിൽ അവതരിപ്പിക്കും. ഇതിനപ്പുറത്തേക്ക് ഈ മാധ്യമ ജഡ്ജികളിൽ ഭൂരിപക്ഷവും ഊതിപ്പെരിപ്പിച്ച ബലൂണുകളാണെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. സർക്കാർ ചെയ്ത പ്രവർത്തനം നല്ലതാണ്. ചെയ്ത പ്രവർത്തനങ്ങൾ അതിൻ്റെ ഗുണഭോക്താക്കളെ അറിയിക്കുന്നത് തെറ്റല്ല എന്ന് പറയുമ്പോൾ ഇന്നലകളിൽ എന്തിനാണ് ഇവർ ഈ നാട്ടിൽ കിടന്ന് ഓരിയിട്ടത് എന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണ് ഇവർ ഈ മാമാപ്പണി എടുക്കുന്നതെന്നും ആലോചിക്കുന്നിടത്ത് ഉത്തരമുണ്ട്.